വയനാട്ടിലെ ദുരന്തഭൂമിയിലെ കാഴ്ച ഓർമ്മിപ്പിച്ചത് 1979 ഗുജറാത്തിനെ ദുഃഖത്തിലാഴ്ത്തിയ മോർബി ദുരന്തത്തെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. അവിടെ രക്ഷാദൌത്യത്തിൽ പ്രവർത്തിച്ച അനുഭവവും അദ്ദേഹം പങ്കുവച്ചിരുന്നു. മോർബി ദുരന്ത സമയത്ത് ഞാൻ സന്നദ്ധ പ്രവർത്തകനായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ദുരന്തം കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ആ അനുഭവം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞുപോയത്. അപ്പോൾ എന്താണ് മോർബി ദുരന്തം? 1979 ഓഗസ്റ്റ് 11 ഗുജറാത്തിലെ രാജ്കോട്ടിൽ മാക്ചു അണക്കെട്ട് പൊട്ടിയാണ് രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. അന്ന് മോർബി നഗരത്തിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 25,000-ഓളം പേർ മരിച്ചതായാണ് ഏകദേശ കണക്ക്. എന്നാൽ ഗവൺമെന്റിന്റെ കണക്കുകളിൽ ഇത് 2000-ൽ താഴെ മാത്രമാണ്. 60,000 ആളുകൾ താമസിച്ചിരുന്ന മോർബി നഗരത്തിൽ 4 മീറ്ററോളം ഉയരത്തിലാണ് അന്ന് വെള്ളം പൊങ്ങിയത്. 100 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ. 4 കിലോമീറ്റർ നീളമുള്ള മാച്ചു അണക്കെട്ടിന്റെ മൺഭിത്തികൾ ശിഥിലമാകാൻ ഇടയാക്കിയ കനത്ത മഴയും വൻ വെള്ളപ്പൊക്കവുമാണ് പരാജയത്തിന് പ്രധാന കാരണം. 20 മിനിറ്റിനുള്ളിൽ 12 മുതൽ 30 അടി ഉയരത്തിൽ വെള്ളപ്പൊക്കം അണക്കെട്ടിന് 5 കിലോമീറ്റർ താഴെയുള്ള മോർബി വ്യാവസായിക നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി. മോർബി അണക്കെട്ടിന്റെ തകരാർ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും മോശമായ അണക്കെട്ടായാണ് പട്ടികയിൽപ്പെടുത്തിയത്. മോദി വയനാടുമായാണ് 1979 മോർബി ദുരന്തം താരതമ്യം ചെയ്തത് എങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ കേരളം ഇത് ഉപമിക്കുന്നത് മുല്ലപ്പെരിയാറിനോടാണ്. ഒരു കനത്ത മഴ പെയ്താൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ എന്ന ആശങ്ക ശക്തമായി തന്നെ ജനങ്ങളിലേക്ക് എത്താറുണ്ട്. എല്ലാ മഴക്കാലത്തും ഉയർന്നു വരാറുള്ളതുപോലെ തന്നെ ഇത്തവണയും മുല്ലപ്പെരിയാർ ഭീതി ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുകയാണ്. മുല്ലപ്പെരിയാർ തകരില്ല എന്ന് വാദിക്കുന്നവർക്ക് മുന്നിൽ മോർബി ദുരന്തം ഒരു പാഠമാണ്. തീർച്ചയായും കേരളത്തിന് വേണ്ടത് ഒരു പുതിയ ഡാം തന്നെയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി മുൻപ് പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന വിവിധ സംഘടനകളും വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ സമരസമിതി, സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്ന പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്നീ സംഘടനകളാണ് പുതിയ ഡാം എന്ന ആവശ്യവുമായി വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങുന്നത്. വയനാട് ദുരന്തത്തിന് പിന്നാലെയാണ് വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയായിരിക്കുന്നത്. ഒപ്പം മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പരിഗണനാ വിഷയമാക്കിയതും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. കേന്ദ്ര ജല കമ്മീഷൻ 1979 മുല്ലപ്പെരിയാർ സന്ദർശിച്ചപ്പോഴാണ് ഡാം അപകടാവസ്ഥയിലാണെന്ന സത്യം ആദ്യമായി പുറം ലോകമറിയുന്നത്. ഇപ്പോൾ ഡാമിന് ഏതാണ്ട് 130 വർഷത്തോളം പഴക്കമുണ്ട്. നിർഭാഗ്യകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ 5 ജില്ലകളിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാകും. മോർബിയിൽ 25,000 ആണെങ്കിൽ കേരളത്തിൽ ലക്ഷങ്ങളാണ് മരിച്ചു വീഴാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി മേഖലയിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് കഴിയുന്നത്. ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് മുല്ലപ്പെരിയാർ എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം ജലബോംബാണെന്നും ഡീകമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം.പി. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുല്ലപ്പെരിയാർ ചർച്ചാ വിഷയമാകുകയാണ്. ജലബോംബായ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. ജലവിതരണത്തിൽ തമിഴ്നാടുമായി നിലനിൽക്കുന്ന കരാറിനെ ബാധിക്കാതെ പുതിയ ഡാം നിർമ്മാണം തുടങ്ങണം. 2021 ഡാം സുരക്ഷാ നിയമപ്രകാരം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയും ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് തീരുമാനങ്ങൾ എടുക്കണം എന്നതാണ്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന നിലപാടാണ് എല്ലാ കാലത്തും കേരളത്തിനുള്ളത്. നിർമ്മാണം ഏറ്റെടുക്കാൻ കേരളം എപ്പോഴും തയ്യാറാണ്. പ്രശ്നപരിഹാരത്തിൽ കേന്ദ്രത്തിന് നിർണായക സ്വാധീനം ചെലുത്താനുമാകും. 2 സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് ചർച്ച നടത്തി സമവായം കണ്ടെത്തി പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടികൾ കേന്ദ്രം ഉടൻ സ്വീകരിക്കണം എന്നൊക്കെയാണ് ഡീൻ കുര്യാക്കോസ് എം.പി. ആവശ്യപ്പെട്ടത്. ഇതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ ഒന്നാകെയുള്ള ആവശ്യവും.